ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും രമേശേണ്ണും പിന്നെ അനിയത്തിക്കുട്ടിയും ഫാമിലിയും കൂടിയിട്ട് ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാറിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചു ട്രെയിന് പോകണോ അല്ലെങ്കിൽ ബസ്സിന് പോകണോ അങ്ങനെയൊക്കെ ആലോചിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു കാറിന് അങ്ങോട്ട് പോവാമെന്ന്. കാറിനാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ അതിൽ വാങ്ങി വെച്ച് പോവുകയും ചെയ്യുക. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഇറങ്ങി അങ്ങനെയൊക്കെ നമുക്ക് നല്ല കംഫർട്ടായിട്ട് പോവാമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ കാറിനങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അനിയത്തിയുടെ വീട് ഇരിങ്ങാലക്കുടയാണല്ലോ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പുറപ്പെട്ടത് കേട്ടോ. വെളുപ്പിന് ഒരു 5:30-ക്കൊക്കെ ഞങ്ങൾ റെഡി ആയതാണ്. എന്നാൽ 6 മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. കുതിരാൻ തുരങ്കത്തിലൂടെയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ തുരങ്കത്തിൻ്റെ ഉള്ളിലൂടെ പോകുന്നത്. തുരങ്കത്തിനുള്ളിലിരുട്ടും പിന്നെ ഇങ്ങനെ ആ ലൈറ്റുകൾ ഇട്ടിരിക്കുന്നില്ലേ, അതിൻ്റെ മാത്രം ഒരു പ്രകാശമാണ്. എന്നിട്ട് അതങ്ങനെ അവസാനിക്കാറാകുന്നിടത്ത് എത്തുമ്പോൾ ഒരു പ്രത്യേക ഒരു വെളിച്ചമാണ് കാണുക. അപ്പോൾ അതിങ്ങനെ ഫീൽ ചെയ്യാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഇത് നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. കണ്ടില്ലേ, ഗുഹയുടെ ഉള്ളിലേക്ക് വെളിച്ചം വരുന്ന പോലുള്ള ആ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഭാഗവും കാണിച്ചത്. അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് പാട്ടൊക്കെ വെച്ച് അടിച്ച് പൊളിച്ച് സന്തോഷമായിട്ടാണ് നമ്മുടെ യാത്ര അങ്ങനെ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇതാ ചായയൊക്കെ കുടിക്കുകയാണ്. കുതിരാൻ കഴിഞ്ഞ് നെന്മാറ പൊള്ളാച്ചി വഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല ഭംഗിയുള്ള വഴികളൊക്കെ ഉണ്ട് കേട്ടോ. യാത്ര ഇഷ്ടമുള്ളവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ട്രിപ്പൊക്കെ ഭയങ്കര രസമാണ്. അങ്ങനെ നമ്മുടെ യാത്ര തമിഴ്നാട്ടിലേക്ക് അങ്ങോട്ട് കടന്നതോടുകൂടി അവിടുത്തെ ആ ഭൂപ്രകൃതി ഉണ്ടല്ലോ, നമ്മുടെ ഇവിടെ വെച്ച് നോക്കുമ്പോൾ ആ സ്ട്രക്ചർ അങ്ങോട്ട് മാറിയിട്ടാണ്. അപ്പോൾ റോഡുകളാണെങ്കിൽ സൂപ്പർ റോഡാണ് കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല സുഖമായിട്ട് ഇവർക്ക് ഡ്രൈവ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നിർത്തി കഴിഞ്ഞിട്ട് ഞങ്ങളിത് ആ തണ്ണിമത്തനൊക്കെ അങ്ങോട്ട് കഷ്ണാക്കി കഴിക്കാൻ തുടങ്ങിയിട്ടാണ്. തണ്ണിമത്തൻ കഴിക്കുമ്പോൾ പിന്നെ നമുക്ക് ആ ദാഹവും മാറും, അതുപോലെ തന്നെ വിശപ്പും മാറും. മാതള നാരങ്ങയും അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഞങ്ങൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റും നമുക്ക് നല്ലൊരു സുഖമൊക്കെയാണ് കേട്ടോ തണ്ണിമത്തൻ കഴിക്കുമ്പോൾ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സുകൾ പിന്നെ ലഞ്ചും നമ്മൾ ഇന്നത്തേക്കുള്ള ആ ലഞ്ചും അടക്കം നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി തമിഴ്നാട്ടിലേക്ക് കടന്നു കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള ഈ ഫുഡ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നൈറ്റ് തുടങ്ങിയാണ് നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. സൂപ്പർ റോഡായ കാരണം ദാ അടിച്ച് മിന്നിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെയായിട്ട് നിറയെ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് പമ്പിലൊക്കെ നിർത്തുമ്പോൾ നമ്മൾ അവിടുത്തെ ആ ഒരു പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് അപ്പോൾ ഓർമ്മ വരും, അയ്യോ മൊബൈൽ എടുക്ക് പിടിക്കണ്ടേ എന്നൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ ദാ ഈ പൂക്കളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പൂങ്കാവനം പോലെയാണ് പെട്രോൾ പമ്പൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമ്മളിവിടെയൊക്കെ നിർത്തുമ്പോൾ മലയാളികളെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ യാത്ര ദാ മധുരയിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മധുരയിലെത്തിയപ്പോൾ നമ്മുടെ വണ്ടി പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഇതാ ഒരു അണ്ടർഗ്രൗണ്ട് സിസ്റ്റമാണ്, അവിടേക്കാണ് നമ്മൾ കൊണ്ടുവന്ന് ഇട്ടത് കേട്ടോ. അതിന് ശേഷം നമ്മളൊന്നിങ്ങനെ നോക്കി നടന്നപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മുടെ മധുര മീനാക്ഷി കോവിൽ ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ മധുര മീനാക്ഷി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണല്ലോ. ഒരുപാട് നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ് കേട്ടോ, എന്നെങ്കിലും ഒരിക്കലും ഇവിടെ പോകണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് നമ്മൾ റൂമൊക്കെ നോക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ മൊബൈലൊന്നും നമുക്ക് അലൗഡ് അല്ലല്ലോ. അപ്പോൾ അതിന് മുൻപായിട്ട് ഞങ്ങളൊന്ന് റൗണ്ട് ചെയ്തും കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് പിടിച്ചതാണ് കേട്ടോ. ഇതാണ് ക്ഷേത്ര കവാടം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഭയങ്കര വലിയ കവാടങ്ങൾ ഈ ക്ഷേത്രത്തിനുണ്ട്. അതുപോലെ തന്നെ വലിയ ഗോപുരങ്ങളും ഉണ്ട്. പക്ഷേ ഗോപുരത്തിൽ റിനോവേഷൻ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ മൂടി പുതപ്പിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ വീഡിയോയിലും ഫോട്ടോയിലും ഒക്കെ കാണുന്ന ആ ഒരു ഭംഗി നമുക്ക് കാണുന്നില്ല. അത് അവിടെ ചെന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കതിലെ ഓരോ പ്രതിമകൾ കൊത്തി വെച്ചിരിക്കുന്നതൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ടെങ്കിലും ഇതിലൂടെ നോക്കുമ്പോൾ നമുക്കതങ്ങോട്ട് മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ പടിഞ്ഞാറേ നടയിൽ തന്നെയാണ് നമ്മൾ റൂം എടുത്തത് കേട്ടോ. അപ്പോൾ റൂമാണെങ്കിലും നല്ല റൂമാണ്, അതുപോലെ തന്നെ ഭയങ്കര കോസ്റ്റ്ലി ഒന്നും അല്ല കേട്ടോ. പഴനിയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര തട്ടിപ്പിന് വീരന്മാരുടെ പോലെയാണ്. ഇപ്പോൾ റൂം എടുക്കാനായാലും എന്തൊരു സാധനം വാങ്ങാനായിട്ടായാലും അവരോട് നമ്മൾ ക്യാഷിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇങ്ങനെ ആകെ തട്ടിപ്പായിരിക്കും. ഒരാൾ പറയുന്ന ക്യാഷ് ആയിരിക്കില്ല അടുത്ത ആൾ പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല ബെഡ്റൂമായിരുന്നു കേട്ടോ.
ഒരു ഡോറ് തുറന്നങ്ങോട്ട് കിടക്കുമ്പോൾ അതിനുള്ളിൽ 2 ബെഡ്റൂമുകളോട് കൂടിയിട്ടുള്ള ആ ഒരു ഇതാണ് കേട്ടോ നമ്മളിവിടെ എടുത്തത്. അപ്പോൾ നല്ല സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയാൽ തന്നെ പിറ്റേ ദിവസം നല്ല ഉണർവോട് കൂടിയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഉറക്കം ശരിയായില്ലെങ്കിൽ നമ്മളിങ്ങനെ ലോങ് ട്രിപ്പൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉറക്കം ശരിയായില്ലെങ്കിൽ എണീറ്റ് നടക്കാനും ഒന്നും തോന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ അനിയത്തിക്കുട്ടി മിനിയുടെ മക്കൾക്കാണെങ്കിലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് റൂമൊക്കെ. പിന്നെ നമ്മളിങ്ങോട്ട് പോരുന്ന വഴിക്കൊക്കെ പൊരി വെയിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ റൂമിലൊക്കെ AC ഒക്കെ ഉള്ള കാരണം തന്നെ സുഖമായിട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയതിന് ശേഷം അപ്പോൾ ഉച്ച തിരിഞ്ഞാണ് കേട്ടോ ഞങ്ങൾ എത്തിയത് അവിടെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഉച്ച തിരിഞ്ഞ് തന്നെ നമുക്ക് ക്ഷേത്രത്തിനുള്ളിൽ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിനൊക്കെ ശേഷം നമ്മൾ ഫ്രഷായി കഴിഞ്ഞ് വൈകിട്ട് സന്ധ്യാസമയത്താണ് നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ സെറ്റ് മുണ്ടോ സെറ്റ് സാരിയൊക്കെ ഉടുക്കാമെന്ന്. പക്ഷെ പിന്നെ എനിക്ക് തോന്നി വേണ്ട, കുറച്ചും കൂടി സൗകര്യം ചുരിദാറാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. പക്ഷെ മിനി സെറ്റ് മുണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അയ്യോ അത് തന്നെ ഉടുക്കണമെന്ന്. പക്ഷെ എനിക്ക് നടക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു, കൊണ്ടുവന്നിരുന്നതാണ്. എന്നാലും പിന്നെ ചുരിദാർ തന്നെ ഇട്ടു കേട്ടോ. അവിടെ എല്ലാത്തരം ഡ്രസ്സുകളും അലൗഡാണ് കേട്ടോ. അല്ലാതെ പുരുഷന്മാർക്കാണെങ്കിൽ പാൻസൊക്കെ ധരിച്ചൊക്കെ പോകാനായിട്ട് പറ്റും. ചുരിദാറും സാരിയും ഒക്കെ ഉടുത്ത് പോകാം കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് പട്ടുസാരിയും അതുപോലെ തന്നെ പൂക്കളൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ടാണ് അവർ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ തൊഴുതിറങ്ങി ദീപാരാധനയൊക്കെ കണ്ടാണ് തൊഴുതിറങ്ങിയത് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊന്നും കാണിക്കാനായിട്ട് പറ്റിയില്ല. കാരണം നമുക്ക് മൊബൈൽ അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ റൂമിൽ വെച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യൂ ഒക്കെ ഉണ്ട്. ആ ക്യൂ സിസ്റ്റത്തിലേക്ക് നമ്മളെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കയറ്റിയതിന് ശേഷം പിന്നെ നമുക്കൊരു 3-3.5 മണിക്കൂർ ഞങ്ങൾ എന്തായാലും അവിടെ നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ പുറംഭാഗമാണ് ഈ കാണുന്നത്, ഈ മതിൽക്കെട്ട്. അതിന് ഉൾഭാഗത്താണ് ക്ഷേത്രം ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 3.5 മണിക്കൂറോളം നിന്നതിന് ശേഷം നമ്മൾ മധുര മീനാക്ഷി ദേവിയെ നമുക്ക് തൊഴാനായിട്ട് പറ്റി കേട്ടോ. അപ്പോൾ ശരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മൾ വേറെ വല്ല ക്ഷേത്രത്തിലാണെങ്കിൽ തിക്കും തിരക്കൊക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ട് കാണാനായിട്ട് പറ്റില്ല. വിഗ്രഹമൊക്കെ കണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഓർമ്മ പോലും കിട്ടില്ല. പക്ഷെ ഇത് അതുപോലത്തെ ഒരു സിസ്റ്റമാണ് കേട്ടോ. 2 സൈഡിലും ഓരോ ക്യൂ ആയിട്ട് നിർത്തിയിട്ടുണ്ടാവും. നടുഭാഗത്താണെങ്കിൽ ഗ്യാപ്പാണ്. അപ്പോൾ ആ വിഗ്രഹത്തിൻ്റെ നേർക്കുള്ള ഭാഗത്ത് ഗ്യാപ്പായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അത് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കരിം പച്ച പട്ടുസാരി ഉടുത്തിട്ടാണ് ആ ദേവി വിഗ്രഹം ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ കൺകുളിർക്കെ മനസ്സ് നിറയെ കണ്ടു കേട്ടോ. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അത്ര വലിയ കെട്ടിടമാണ് കേട്ടോ, ഒന്നും പറയണ്ട. ആ ക്ഷേത്രത്തിനകത്താണ് കുളമുള്ളത്. ആ കുളത്തിൽ ഫൗണ്ടനൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലൊരു ഭംഗിയാണ് കേട്ടോ. എവിടെ നോക്കിയാലും കൊത്തിവെച്ചിരിക്കുന്ന രൂപങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്താ പറയുക, ഒരിക്കലും നമ്മൾ മറക്കില്ല ഒരു പ്രാവശ്യം ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ആ മധുര മീനാക്ഷി ദേവിയുടെ ഫോട്ടോ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ദേവീദേവന്മാർ, നമ്മുടെ വീട്ടിലില്ലാത്ത ദേവീദേവന്മാരുടെയൊക്കെ ഫോട്ടോകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഞങ്ങൾ ഇതാ ഇനി നമ്മുടെ കാറ് കിടക്കുന്ന ഇടത്തേക്ക് നമ്മുടെ ലഗേജൊക്കെ ആയിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട്. പക്ഷെ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വരുന്ന ഒരു ടൈം ആയപ്പോഴേക്കും ഒരുവിധം ഷോപ്പുകളൊക്കെ അടച്ചു തുടങ്ങുകയായിരുന്നു വൈകുന്നേരം. പിന്നെ രാവിലെ നമ്മൾ ഉണർന്ന് എഴുന്നേറ്റപ്പോഴേക്കാണെങ്കിൽ ഷോപ്പുകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ 2-3 ഷോപ്പുകളാണ് തുറന്നിട്ടുണ്ടായുള്ളൂ. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയത് കേട്ടോ. ഇല്ലെങ്കിൽ ഒരുപാട് കുപ്പിവളകൾ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ പട്ട് സാരി വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കണ്ടുവച്ചതാണ് കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചത്. ഇത് രണ്ടും നടന്നില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ക്ഷേത്ര ദർശനം നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു കേട്ടോ. അങ്ങനെ നമുക്ക് ആദ്യത്തെ ദിവസമാണ് നമ്മൾ ഈ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ തൊഴാമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നത് കേട്ടോ. ഇനിയും നമ്മുടെ മനസ്സിൽ പല ക്ഷേത്രങ്ങളും മനസ്സിലുണ്ട്, അവിടേക്കൊക്കെ നമുക്ക് പോകണം കേട്ടോ. അപ്പോൾ ദാ ഈ തെരുവുകളൊക്കെ ഉണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് അടിച്ച് വാരി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എപ്പോഴും സ്റ്റാഫുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്ലീനായിരുന്നു കേട്ടോ. അതുപോലെ എന്തൊരു സാധനം വാങ്ങിയാലും അതിന് ബാക്കി 2 രൂപയാണ് നമുക്ക് തിരിച്ചു തരേണ്ടത് എന്നുണ്ടെങ്കിലും ആ കടക്കാർ അത് കൃത്യമായിട്ട് തരും കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പഴനിയിലെ പോലെയല്ല. അപ്പം ഞാനാണെങ്കിൽ വില പേശാനും അത് ഒക്കെ ഉണ്ടോ എന്തെങ്കിലുമൊക്കെ വില കൂടുതൽ പറയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു ഷോപ്പിൽ
ഒരു സാധനത്തിന് വില ചോദിച്ചിട്ട് പിന്നെ അടുത്ത ഷോപ്പിലും ചോദിക്കും, അപ്പോഴും കറക്റ്റ് ഒരേ വില തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആരും നമ്മളിങ്ങനെ പറ്റിക്കുക അങ്ങനത്തെ ഒരു കാര്യങ്ങളില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അത് ലോഡ്ജിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യത്തിലായാലും ഇങ്ങനെ സാധനങ്ങൾ വാങ്ങുന്ന കാര്യത്തിലായാലും ഒരേ വില തന്നെയാണ് ഉള്ളത്. സാധനങ്ങളുടെ വിലയൊക്കെ ഒരേ നിരക്കിലാണെന്ന് പറയാൻ കാരണം പഴനിയിൽ പോയിട്ട് എനിക്ക് ഒരുപാട് പറ്റിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു സാധനം ഞാൻ വാങ്ങി കുറച്ചിടം ഇങ്ങോട്ട് നടക്കും, മറ്റൊരാളോട് ഇതിൻ്റെ വില ചോദിക്കുമ്പോൾ അതിൻ്റെ പകുതിയുടെ പകുതി വിലയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അയ്യോ എന്തോ ഒരു കഷ്ടവും നഷ്ടമൊക്കെ ആയിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഈ വിലയ്ക്ക് ഒരു വ്യത്യാസമില്ല, നല്ല രീതിക്ക് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ വളരെ എന്താ പറയുക, ഐശ്വര്യവും വളരെ ഒരു ഭക്തി നിർഭരമായിട്ടായിരുന്നു ആ മധുര സിറ്റി ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ഫുഡൊക്കെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകേണ്ടതായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ് കേട്ടോ മധുര മീനാക്ഷി ക്ഷേത്രം. കാരണം നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യാസമുള്ളൊരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ നമുക്ക് അവിടെ ഉണ്ടാവുന്ന അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അനുഭവിച്ചറിയാൻ തന്നെ വേണം. ഒരാൾ പോയി പറഞ്ഞൊക്കെ വരുമ്പോൾ നമുക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. നമ്മളവിടെ ചെന്ന് നമ്മളവിടെയൊക്കെ ആ ക്ഷേത്രത്തിൻ്റെ ഓരോ ഭാഗങ്ങളും കണ്ട് നടന്ന് തൊഴുത് ഒക്കെ വരുമ്പോൾ മനസ്സിനുണ്ടാവുന്ന ആ ഒരു നിറവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ, നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുമോ എന്ന് പോകാനായിരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ ഉറപ്പായിട്ടും ദേവി നമ്മളവിടെ എത്തിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് കേട്ടോ എനിക്കുള്ളത്. അപ്പോൾ അത് ഇങ്ങനെ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഞങ്ങൾ ഇനി മറ്റൊരു പ്ലേസിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പൂരി മസാലക്കറി അതൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇന്നും നമ്മൾ വെജ് കറികളൊക്കെ കൂട്ടിയിട്ട് തന്നെയാണ് കഴിക്കുന്നത്. വീട്ടിൽ നിന്ന് പോരുന്നതിന് മുൻപ് തുടങ്ങിയിട്ട് നമ്മൾ വെജായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഫുഡുകളൊക്കെ രുചിച്ചുകൊണ്ടാണ് നമ്മുടെ യാത്ര കേട്ടോ. യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക്, രമേശേട്ടന്, മക്കൾക്ക്, അതുപോലെ അനിയത്തിക്കുട്ടിയുടെ ഫാമിലിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സുണ്ട് എന്നുണ്ടെങ്കിലാണ് അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. യാത്ര ആസ്വദിക്കാത്ത ഒരുപാട് പേരുണ്ട്. എപ്പോഴെത്താ അയ്യോ വയ്യ, ഇനി ഇതൊക്കെ എന്താ, എനിക്ക് വീട്ടിലെ ഫുഡ് വേണം, വീട്ടിലെ വെള്ളം വേണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരെ കൂട്ടിയിട്ട് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരമ ബോറായിരിക്കും കേട്ടോ. നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണോ പോകുന്നത് അവിടെ കിട്ടുന്ന ഫുഡ്, അവിടുത്തെ കാര്യങ്ങൾ അതൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലത്തെ ക്ലൈമറ്റ് കാര്യങ്ങൾ ഇത് കണ്ടറിഞ്ഞും തൊട്ടറിഞ്ഞും ഒക്കെ എങ്ങനെ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ഇനി നമ്മളെ അടുത്ത യാത്ര നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് നാളെ കാണാം.